നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സുരക്ഷയിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? അതായത് എസ്-പി-ജി ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്ത വാസ്തവമാണോ സർ? അത് പ്രിയൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ഓസ്റ്റെറിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹങ്ങളുടെ എണ്ണം വളരെ വളരെ കുറച്ചു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാറും പൈലറ്റ് കാറും എസ്കോർട്ട് കാറും പിന്നെ ഒന്നോ രണ്ടോ വേറെ ഉദ്യോഗസ്ഥന്മാരുടെ കാറുകൾ മാത്രമായിട്ടാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചിട്ടുള്ള ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും എലീറ്റായിട്ടുള്ള സുരക്ഷാ സൈനികരുടെ യൂണിറ്റാണത്. അതെ. പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂറും സുരക്ഷിതത്വം നൽകേണ്ട ചുമതല എസ്-പി-ജിക്കാണ്. അത് വെറുതെ ഒരു എന്താ പറയുക, ഒരു സുരക്ഷ നൽകുന്ന ഒരു യൂണിറ്റല്ല. അവർ ദേശീയ അന്തർദേശീയ രംഗത്ത് നടക്കുന്ന ചലനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിക്ക് അതിനകത്തുള്ള റോളിനെക്കുറിച്ചും പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഭീഷണി അത് എന്തെല്ലാമാണെന്നുള്ളതിനെക്കുറിച്ചും ഗഹനമായിട്ട് പഠിച്ച ആൾക്കാരെയാണ് എസ്-പി-ജിയിലേക്ക് അതിൻ്റെ പോളിസി മേക്കേഴ്സായിട്ട് നിയമിക്കുന്നത്. DIG റാങ്കിൽ ഉള്ള ഇപ്പോഴത്തെ പ്രശ്നം, ഈ DIG റാങ്കിൽ വർക്ക് ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ ടെന്യൂർ കഴിഞ്ഞു കേന്ദ്രത്തിൽ. അപ്പോൾ അവരെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചയക്കുകയാണ്. അപ്പോൾ തിരിച്ചയക്കുമ്പോൾ അവരെ റീപ്ലേസ് ചെയ്യാൻ പുതിയ ആൾക്കാരെ വേണം. പുതിയ ആൾക്കാർക്ക് അതേ യോഗ്യതയുള്ള, അതിലും കൂടുതൽ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്, ഇവരെ കിട്ടുമോ എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അലട്ടുന്നത്. അല്ല, ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് 14 വർഷത്തെ മികച്ച സേവനം കാഴ്ചവെക്കുന്നവരെയാണ് DIG റാങ്കിലേക്ക് വിളിക്കുകയുള്ളൂ എസ്-പി-ജി. മറ്റേ അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മൾ കാണാറില്ലേ, സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹം എപ്പോഴും വലയം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അവരൊക്കെ കമാൻഡോസാണ്. ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, മറൈൻ കമാൻഡോസ്, അതുപോലെ ആർമിയിലുള്ള ആർമി കമാൻഡോസ്, എയർഫോഴ്സിലുള്ള എന്താ ഗരുഡ എന്ന് വന്നിട്ട് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ നിന്നൊക്കെ CRPF, CISF ഇങ്ങനെയുള്ള പോലീസ് പാരാമിലിറ്ററി ഫോഴ്സസിൽ നിന്നും എന്താ ബ്രില്യൻറ്റ് എമംഗ് ദ ബ്രില്യൻറ്റ്, മനസ്സിലായില്ലേ, അവരെയാണ് സെലക്ട് ചെയ്യണം മുഴുവനും. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഈ എസ്-പി-ജി ഉദ്യോഗസ്ഥന്മാരെ, IPS ഉദ്യോഗസ്ഥന്മാരെ ആ അത്രയും മികവുള്ള ഉദ്യോഗസ്ഥന്മാരെ കിട്ടുമോ എന്നുള്ളതാണ് മന്ത്രാലയത്തിന്, ആഭ്യന്തര മന്ത്രാലയത്തിനെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതിയിട്ടുണ്ട്. അവിടെ ഈ IPS എന്ന് പറഞ്ഞാൽ ഓരോ കേഡറിലുണ്ടാവും. ഇപ്പോൾ കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്, തമിഴ്നാട് കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെയാണ് ഈ ഡെപ്യൂട്ടേഷനിലേക്കാണ് അവരെ വിളിക്കണം മുഴുവനെ. ഡെപ്യൂട്ടേഷനിൽ വന്ന് പ്രധാനമന്ത്രിയുടെ എസ്-പി-ജിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എഴുതിയിട്ടുണ്ട് ഏറ്റവും മികച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഉടനെ തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരു ടെമ്പററി ഫേസാണിത്. എന്ന് വെച്ചിട്ട് സുരക്ഷിതത്വത്തിന് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കൂടിയും വളരെയധികം എന്താ പറയണേ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ അവരുടെ സെക്യൂരിറ്റി ഏജൻ്റ് എന്നാണ് പറയുക. പ്രസിഡൻറ്റിൻ്റെ സെക്യൂരിറ്റി ഏജൻ്റ് എന്നാണ് അതെ. പറയുക. അപ്പം ഇതിന് വളരെയധികം ക്വാളിഫിക്കേഷൻസ് വേണം. അതായത് ഇവർ സെക്യൂരിറ്റി നൽകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് അവർ കൊടുക്കുന്നത്. അതെ. കണ്ടിട്ടില്ലേ, ഇപ്പം അതെ. 4-5 ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രിയുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതൊരു വലിയ പ്രോസസ്സാണ്. 500-600 പേരെ ഒരേ സമയത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പല തട്ടുകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ മൂവ്മെൻറ്റും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു ഹാളിലാണെങ്കിലും ഒരു പൊതുവേദിയിലാണെങ്കിലും ഇത്ര ദൂരത്തിനുള്ളിൽ, ഇത്ര ദൂരത്ത് പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്ര ദൂരം ഇരിക്കുന്നവരെ അവർ ഈ നിരീക്ഷണത്തിലായിരിക്കും. അവർ എന്തൊക്കെയാണ് ചെയ്തത്. ഒന്നാമത്തെ അവിടേക്ക് ആ സമയത്ത് അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിന് പോകുമ്പോൾ, അത് മുൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ആയിരുന്ന സമയത്തും നമ്മൾ മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതൊക്കെ അവർ പ്രത്യേകം പറയുക. പാസ് തരുന്ന സമയത്ത് അവർ പ്രത്യേകം പറയും. അപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ള ഒരു സുരക്ഷാ സൈന്യമാണ് SPG, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ അവർ വേറൊരു വാർത്ത ഇതിനോടനുബന്ധിച്ച് വന്നത്, ഈ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നൊക്കെ ആണ് SPGക്കാരെ ഡെപ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ തന്നെ 203 IPS ഉദ്യോഗസ്ഥന്മാരാണ് ടോട്ടൽ സ്ട്രെങ്ത്, 203. അപ്പം അതിൽ 81 പേര് വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 40%-ലധികം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ DIGയുടെ റാങ്കിൽ 63 പേരാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഉള്ളത് IBയിൽ 36 പേരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന ഓരോ സ്പന്ദനങ്ങൾ അതാത് നിമിഷം അറിയുകയും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാന ജോലി. അവരിപ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും, സഞ്ചരിക്കുന്നുണ്ടാവും. നമുക്കറിയാൻ പറ്റില്ല അവർ IBയിലാണോ, IB ഉദ്യോഗസ്ഥന്മാരാണോ. അപ്പോൾ നമ്മളോട് വല്ല പരിചയപ്പെട്ടൊക്കെ വരും. അപ്പോൾ അവർ പറയില്ല ഡൽഹിയിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്നൊക്കെ പറയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരാണെന്നുകൊണ്ട് പരിചയപ്പെടും നമ്മളടുത്ത്. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവർ അന്വേഷിച്ചിട്ട് പോവുകയും ചെയ്യും, അവർക്ക് കിട്ടേണ്ട വിവരങ്ങൾ അത് അപ്പം തന്നെ അവർ റിപ്പോർട്ട് എഴുതി അയക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഈ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു പദവി ഇമ്പോർട്ടൻസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു കേരള മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അമേരിക്കയിൽ നിന്നും കോൺസൽ ജനറൽ, മദ്രാസിലുള്ള കോൺസൽ ജനറൽ വന്നു. അദ്ദേഹം അന്നത് കേരള മുഖ്യമന്ത്രി ആരാന്ന് ചോദിക്കരുത് എൻ്റെ അടുത്ത്. കേരള മുഖ്യമന്ത്രിയെ കണ്ട് അരമണിക്കൂറോളം സംസാരിച്ചു. 45 മിനിറ്റ് വരെ സംസാരിച്ചു. വളരെ ശക്തനായ കേരള മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് ആ കോൺസൽ ജനറൽ പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള IB സ്റ്റേഷൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസിൽ അതിൻ്റെ ഹെഡ് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു, ഞാനങ്ങനെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വരികയാണ്, അപ്പോൾ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം. അപ്പോൾ എന്താ ചോദിച്ചു. അപ്പോൾ പറയല്ല, ഒരു ഔദ്യോഗികമായൊരു ആവശ്യത്തിനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഇത്രയും വലിയ ഉദ്യോഗസ്ഥനല്ലേ, അപ്പോൾ അവർ കടത്തി വിട്ടു. മുഖ്യമന്ത്രി എടുത്തു വെച്ച്, സാറിപ്പോൾ US കോൺസൽ ജനറലിന് വന്നുവല്ലോ, സാറും അദ്ദേഹമായിട്ട് എന്താ സംസാരിച്ചതെന്ന് 45 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് അറിയിട്ട്. എനിക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് വേണം, അതൊന്ന് അയക്കാനായിട്ടാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഭയങ്കര ദേഷ്യം വന്നു. താൻ ആരോടും എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചോദിക്കാനായിട്ട്, അതൊന്നും പറയില്ല, തരാമില്ല, പറ്റില്ല, പൊക്ക ഇവിടെ നിന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ പറഞ്ഞു, അല്ല സാർ, അത് പതിവാണ്, ഇത് റുട്ടീൻ ജോബാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്, ഇതിപ്പോൾ സാറിൻ്റെ അടുത്ത് പ്രത്യേകം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പറ്റില്ല, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അയാൾ വേഗം തൊഴുതിട്ട് ഇറങ്ങിപ്പോയി. അരമണിക്കൂറിനുള്ളിൽ ഈ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നു, ടെലിഫോൺ കോൾ വരുന്നു. പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ലൈനിൽ വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് അമേരിക്കൻ കോൺസൽ ജനറലായിട്ട് സംസാരിച്ചോ? മദ്രാസിലെ അമേരിക്കൻ കോൺസൽ ജനറൽ നിങ്ങളെ കാണാൻ വന്നിരുന്നല്ലോ. സംസാരിച്ചു. എന്നാൽ 45 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഫുൾ നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് വള്ളി വിസർഗമിടാതെ എൻ്റെ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേ ജോലികളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെല്ലാം എഴുതി കൊടുത്തു. ധൈര്യമൊക്കെ അവിടെ തീർന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം പവർഫുള്ളാണ് ഈ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന വകുപ്പ്. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രം. എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനില്ല, IB ഉദ്യോഗസ്ഥൻ്റെ തൊട്ടടുത്ത ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതത്രയേ ഉള്ളൂ സാർ. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. രാജ്യസുരക്ഷയുടെ കാര്യമാണ്. നിരന്തരമായിട്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുമെന്ന്, അത് പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ അത്രയും വളരെ സ്ട്രോങ് ആണ്. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ IBക്കാരെന്ന് പറയുന്നത്. അവരുടെ നിരന്തരമായ കണ്ണുമ ചെമ്പാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ജീവനോട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ പ്രവർത്തിച്ചു. എവിടെ ഭീകരപ്രവർത്തനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവർ കഴിയുന്നത് അവർ എന്താ പറയണ മണത്തറിയും എന്നുള്ളതാണ്. ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ വധശ്രമം ഉണ്ടാവുമെന്നും രാജീവ് ഗാന്ധിക്കെതിരെ വധശ്രമം ഉണ്ടാവുമെന്നും ഇൻ്റലിജൻസ് ബ്യൂറോ അന്ന് തന്നെ
അറിയിച്ചിരുന്നതാണ്. പക്ഷേ നടപടി എടുക്കേണ്ട ആൾക്കാർ നടപടി എടുത്തില്ല. അതുകൊണ്ടാണ് ആ 2 അത്യാഹിതങ്ങളോ ദുരന്തങ്ങളോ എന്നുവേണേൽ പറയാൻ നടന്നതെന്നാണ് സാർ ഒരു പറയുന്നത്. സേവനം ചെയ്യുന്നു, ഒരു ത്യാഗം ചെയ്യുന്നു. നമ്മൾ ത്യാഗം ചെയ്താൽ പോലും ഒരു സൈനികനാണെങ്കിൽ പോലും അവന്റെ പേര് 4 ആൾ അറിയും. അവൻ അതെ. ചെയ്യുന്ന ഒരു മെഡൽ കിട്ടും. ഈ ഐബിക്കാരൊക്കെ പ്രവർത്തിക്കുമ്പോൾ അല്ല, ഒരു പേര് പോലും ഒരിടത്തും വരില്ല. അതെ, അവർക്ക് അതെ. കിട്ടിയ ഔദ്യോഗിക ബഹുമതികൾ പോലും അവരുടെ വീട്ടില് വളരെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ആ പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പരസ്യമായ ഒരു അംഗീകാരവും, അപ്പോൾ ഒരു അംഗീകാരം പോലും ലഭിക്കില്ല എന്ന് ഉറപ്പ് ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ത്യാഗോജ്ജലമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് നിസ്സാര മനസ്സ് പോരാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് അവരോടുള്ള ബഹുമാനം സൈനികരെക്കാളേറെ അവരോട് ബഹുമാനം കൂടുന്നത്. തീർച്ചയായിട്ടും പ്രിയ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.